ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എൻ്റെ കഥയുടെ പേരാണ് സത്യസന്ധത. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങ് ഇറാഖിലെ ജിലാൻ എന്ന ശാന്തസുന്ദരമായ പ്രദേശം. അവിടെ അബു സോലിഹ് ഫാത്തിമ ദമ്പതികൾക്കൊരു കുഞ്ഞു പിറന്നു. ആ കുഞ്ഞു ജനിക്കലോടുകൂടെ ആ നാട് പ്രസിദ്ധമാവുകയാണ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു അത്ഭുത ബാലൻ. ഇലാഹി ചിന്തയിൽ വളരുകയാണ് മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി എന്ന കൊച്ചുബാലൻ. ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായ ബഗ്ദാദിൽ പോയി വിദ്യ നേടി വളരണം എന്ന അതിയായ ആഗ്രഹം ഉമ്മയെ അറിയിച്ചു. പോകാൻ സമ്മതവും വാങ്ങി. യാത്രാ ചെലവിനായി മരണപ്പെട്ടു പോയ ഉപ്പയുടെ സമ്പത്തിൽ നിന്നും 40 സ്വർണ്ണ നാണയങ്ങൾ ഉമ്മ ചെറിയ സഞ്ചിയിലാക്കി ഉമ്മ മകൻ്റെ ഡ്രസ്സിൽ തുന്നി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഒരിക്കലും കളവ് പറയരുത്. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. സത്യം മാത്രമേ പറയൂ എന്ന് ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തു. മഹാൻ യാത്ര തിരിച്ചു. അങ്ങനെ നടന്നു ഒരു മലഞ്ചെരുവിലെത്തിയപ്പോൾ അതാ ഒരു കൊള്ളസംഘം അവരെ പിടികൂടി. കച്ചവട സാധനങ്ങളെല്ലാം അവർ പിടിച്ചെടുത്തു. അവസാനം അവർ ജീലാനി റളിയല്ലാഹുവിൻ്റെ അടുത്തെത്തി ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? 40 സ്വർണ്ണ നാണയങ്ങൾ. അത് ഒരു കൊള്ളക്കാരൻ ചോദിച്ചു. അതെവിടെ? കുപ്പായത്തിൽ തുന്നി പിടിപ്പിച്ചിരിക്കുന്ന സഞ്ചി എടുത്തു കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് കൊള്ളക്കാർ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താണ് സത്യം പറയാൻ കാരണം? സത്യം മാത്രമേ പറയൂ എന്ന് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, സത്യവിശ്വാസികൾ കളവ് പറയില്ല. ഇതെല്ലാം കേട്ട് കൊള്ളക്കാർ മഹാന്റെ കൈ പിടിച്ച് തൗബ ചെയ്ത് നല്ലവരായി മാറി. കൊള്ള സാധനങ്ങളെല്ലാം അവർക്ക് തിരിച്ചു നൽകി. ശേഷമുള്ള അവരുടെ ബഗ്ദാദി യാത്ര സന്തോഷവും ഇലാഹി ചിന്തയും നിറഞ്ഞതായിരുന്നു. കേട്ടോ കൂട്ടുകാരെ, സത്യം പറഞ്ഞതിൻ്റെ പ്രതിഫലം എത്ര മഹത്തരം! സത്യം നാം മുറുകെ പിടിക്കണം. അവിടെയാണ് അല്ലാഹു തആലയുടെ കാരുണ്യം. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.